അങ്ങനെയൊക്കെ പോയാലോ? എന്തായാലും ഇവിടെ വന്ന് പെട്ടില്ലേ, അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. അപ്പോൾ വെൽക്കം ടു കാനഡ, നൈസ് ടു മീറ്റ് യു. എൻ്റെ പേര് സെവിൻ. പണ്ടൊക്കെ ആളുകൾ ദാരിദ്ര്യം മൂലം മറ്റേ ഗൾഫ് കൺട്രീസിലൊക്കെ പോയായിരുന്നു. പിന്നെ അത് കുറച്ചധികം വർഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കാനഡയിലോട്ട് വരാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാം അപ്ഡേറ്റഡ് ആവണം നിർബന്ധമൊന്നുമില്ല. ബഗ്ഗൊക്കെ വരും, ഐഫോണിൽ വരെ ബഗ് വരും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതിൽ ബഗ് വരാമല്ലോ. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഈ ഫാമിലിയൊക്കെ ആയിട്ട് മൈഗ്രേറ്റിലൊക്കെയായിരുന്നു ഇങ്ങനത്തെ രാജ്യങ്ങളിലോട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു സമയം കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ +2 കഴിഞ്ഞ് പിള്ളേർ പോകാൻ തുടങ്ങി. ആ ഒരു ട്രെൻഡ് തുടങ്ങണ ഏതാണ്ട് ആ ഒരു സമയത്തൊക്കെയാണ് ഞാനും വരുന്നത്. പല ലക്ഷ്യങ്ങളൊക്കെ ആയിട്ടാണ് ആളുകൾ കാനഡയിലോട്ടൊക്കെ വരുന്നത്. ഒരു ലക്ഷ്യമില്ലാണ്ടും വരും, ഏതാണ്ട് ഇങ്ങനെ ഒരു ഫാസിനേഷനൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു മായാലോകം കണ്ടിട്ടൊക്കെ അങ്ങനെയും വരുന്നവരുണ്ട്. പലതരത്തിലുള്ള വിസയിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയാണ് മെയിൻ വിസ, എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നതും എല്ലാം എളുപ്പമായിട്ടുള്ള വിസ സ്റ്റുഡൻറ്റ് വിസയാണ്. അതുണ്ട്. പിന്നെന്താ, സ്പൗസ് വിസയുണ്ട്, പാവാട വിസ, മുണ്ട് വിസയുണ്ട്. അങ്ങനെ പല എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ മിക്കപ്പോഴും അത് വിൻ്ററൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വിൻ്ററിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇടണം. മഞ്ഞിൽ കളിക്കണം, മഞ്ഞ് വാരി എറിയണു, മഞ്ഞിൽ വീഴണു. അപ്പോൾ കാണുന്നവർക്ക് എൻ്റെ പൊന്നെ പോളി ലൈഫ് എന്താല്ലേ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ സ്വന്തം കാറ്, റിച്ച് ലൈഫ്, റിച്ച് ഫോട്ടോസ്, അങ്ങനെ സെറ്റപ്പ്. കാറ് എടുത്തത് എന്നാലും ഈ പറഞ്ഞ ലോൺ അടയ്ക്കാൻ വേണ്ടി 2-3 ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. അത് സ്വാഭാവികം. അത് നമുക്ക് സ്റ്റാറ്റസ്, അതാണല്ലോ നമ്മുടെ മെയിൻ കാര്യം. ഇപ്പോൾ നാട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്കത് കണ്ട ഒരു ഇച്ചിമുള്ളി ഗ്യാങ് എന്നൊക്കെ വിളിക്കാൻ തോന്നുന്ന ടൈപ്പ് ആളുകളാണെങ്കിൽ ഇവിടെ വന്ന് ഈ പറഞ്ഞ റിച്ച് ലുക്കിലുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ മിക്കപ്പോഴും കാറൊക്കെ ആയിരിക്കും, ഔഡി, BMW, ബെൻസ്, ഇങ്ങനത്തെ കാറുകളൊക്കെ ആയിരിക്കും. അങ്ങനത്തെ കാറുകളൊക്കെ ഇങ്ങനത്തെ ഫോട്ടോസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ പൂത്ത പൈസ ഉണ്ടാക്കുക. അപ്പോൾ ചോദ്യം ചോദിക്കാൻ തോന്നുന്നത്, എടാ ഭയങ്കര പൈസയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പാവപ്പെട്ട് ജീവിച്ചു പോട്ടെ, കുറച്ച് പൈസ ഇട്ട് 10,000 കൊള്ളിക്കിട് എന്നൊക്കെ പറഞ്ഞു വരും. എവിടെ രാവിലത്തെ ഫുഡിൻ്റെ പൈസ ലാഭിക്കാൻ വേണ്ടി വൈകി എണീക്കണവരോടാണ് ഈ ചോദിക്കണേ. അതാണ് സത്യം. പക്ഷെ അത് സത്യം നമ്മളങ്ങനെ പറയില്ലല്ലോ. നമുക്കെപ്പോഴും ഫോട്ടോസ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെ റിച്ച് ലുക്ക് ഫോട്ടോസ്, റോക്കിംഗ് വിത്ത് ഗായ്സ്, അങ്ങനെയൊക്കെ പറയുന്ന ഫോട്ടോസ് ഇടുമ്പോൾ അതൊക്കെ ആയിരിക്കും നാട്ടിൽ എല്ലാവരും, കാരണം സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അതായിരിക്കും പൊതുവെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ ഒരിക്കൽ സാധാരണ നമ്മൾ നാട്ടിൽ നിന്ന് കാനഡയിലോട്ട് പോകാൻ നിൽക്കുന്ന നേരത്ത് സംശയങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുമല്ലോ. നമ്മൾ പുതിയ രാജ്യത്തേക്ക് പോകണം, അപ്പോൾ സംശയങ്ങളുണ്ടാവും. ഒരിക്കൽ ഇങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ച്, നിങ്ങളവിടെ എന്തൊക്കെയാണ് കഴിക്കണേ? ഞാൻ പറഞ്ഞു, നമ്മൾ ചോറും കറിയും നാട്ടിലെ കറിയൊക്കെ ഉണ്ടാക്കി ജീവിക്കണം, കുക്ക് ചെയ്ത് ജീവിക്കേണ്ടി വരും, അല്ലാണ്ട് വേറെ ആരും കുക്ക് ചെയ്ത് തരാനൊന്നുമില്ല. നമ്മൾ കുക്ക് ചെയ്യണ ചോറും കറിയൊക്കെയാണ് കഴിക്കണേ. അപ്പോൾ എന്നോട് ചോദിക്കുക, അല്ല അപ്പം നിങ്ങൾ അവിടെ ബർഗറൊക്കെ അല്ലേ കഴിക്കണേ? ബർഗർ. അങ്ങനെ അതൊന്ന്. പിന്നെ ചിലർ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചിലർ മറ്റേ പേഴ്സണലായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കമൻസിലൊക്കെ ആയിട്ട് ചോദിക്കും, മദാമയൊക്കെ സെറ്റായില്ലേ? മദാമ അത് പറഞ്ഞപ്പോഴാണ് ഈ നാട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് സിനിമകളിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ ഒരു പിക്ചറാണ് നമുക്ക് മദാമ്മമാരെയൊക്കെ പറ്റിയുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഓപ്പൺ മൈൻഡഡ് ആണെന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലർ. അങ്ങനെ എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഈ മിക്ക പബ്ബുകളിലെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് മദാമ ഇപ്പം സെറ്റാവും അതുവഴി PR എന്നൊക്കെ ചിന്തിച്ച് നടന്നൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് സാധാരണക്കാരൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പേച്ചക്ക് ടു പേച്ചക്ക് ലൈഫാണ്. സാലറി വരുന്നു, സാലറി പോകുന്നു, സാലറി വരുന്നു, സാലറി പോകുന്നു. അങ്ങനെയാണൊരു ഇത്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരണമെന്ന് വെച്ചാൽ നമുക്കൊരു റിച്ച് ലൈഫ്, കാർ, BMW, ഐഫോണൊക്കെ പോയി. എന്നാലും ഓൺലൈൻ EMI എല്ലാം ഉണ്ടാവും. മൊത്തം EMI ഉള്ളതുകൊണ്ട് മൊത്തം അങ്ങനെ ആയിരിക്കും എടുക്കണേ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥ. അങ്ങനെ കഷ്ടപ്പെട്ട് 3-4 ജോലിയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി PR കിട്ടും. PR ആണല്ലോ ലക്ഷ്യം, മെയിൻ സാധനം അതാണല്ലോ. അങ്ങനെ PR കിട്ടിക്കഴിയുമ്പോൾ ഒരു ചോദ്യം വരും, കല്യാണം കഴിക്കണ്ടേ? PR ഒക്കെ ആയില്ലേ, കാനഡക്കാരൻ PR ആയില്ലേ, കല്യാണം കഴിക്കണ്ടേ? ഓഫ് കോഴ്സ് കല്യാണം കഴിക്കാം, ഒബ്വിയസ്ലി. ചിലവരൊക്കെ വീട്ടിൽ വിളിച്ച് തർക്കമായിരിക്കും, അടിയായിരിക്കും, എനിക്കിപ്പോൾ കിട്ടണം, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളൊരു സുഹൃത്തും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം, കാനഡക്കാരൻ ഓഫ് കോഴ്സ് റിച്ച് ലൈഫ്, സ്റ്റാറ്റസ്, കാശ് എറിയണം.
എറിഞ്ഞായിരിക്കും കല്യാണം നടത്തുക. ചിലപ്പോൾ അതിൻ്റെ പകുതി ആവശ്യം വരുള്ളായിരിക്കും. എന്നാലത് പോരാ. നമ്മുടെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്കത് പോരല്ലോ. അങ്ങനെ നമ്മൾ കാശ് എറിഞ്ഞ് കല്യാണം നടത്തും. അത് കഴിഞ്ഞ് തിരിച്ച് കാനഡയ്ക്ക് വന്ന് പണി എടുത്താൽ അതൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ കല്യാണം നടത്തും. കല്യാണം കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഹണിമൂൺ. തിരിച്ച് കാനഡയിലേക്ക് വരുന്നു. കാനഡ വിൻ്റർ, വാവ്, ഹണിമൂൺ. അപ്പോൾ പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഇണക്കുരുവികളെ പോലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ക്യാപ്ഷൻസൊക്കെ ഇങ്ങനെയായിരിക്കും: 356.66 hours ഓഫ് ടുഗെദർനെസ്. നീ ഇല്ലാതെ എനിക്ക് ഈ ലോകം ചിന്തിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും കുറച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? പറയാതിരിക്കാൻ നല്ലത്. അപ്പം ശരി, ഗുഡ് ബൈ.